നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, അർച്ചനെടുത്തി എന്നെ നോക്കാൻ വന്നിട്ട് ആ പാവത്തിനെ ഗതി വന്ന്. അവൾക്കൊരു കുഴപ്പവും വരില്ല. ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോള് പോയി വിശ്രമിക്ക്. ജ്യൂസ് കൊണ്ടുവന്നത് ആർക്കാ? അതിപ്പോ കുടിച്ചതാരാ? പൊന്നാങ്ങളയ്ക്ക് പെങ്ങളോടുള്ള സ്നേഹം കൊള്ളാം. ഒന്ന് പോയിട്ടെത്തി. ഇനി തനിക്കുള്ള ജ്യൂസ് ഞാൻ എടുത്തോണ്ട് വരാം. ഓ ആയിക്കോട്ടെ. മോളെ, അച്ഛ എന്നോട് ക്ഷമിക്കച്ച. എന്റെ പൊന്നു മോളെ, നിന്നെ കരുതി അച്ഛൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? ഇപ്പോഴാ എനിക്ക് എന്റെ പഴയ സ്നേഹമോളെ തിരിച്ചു കിട്ടിയത്. അച്ഛ, അർച്ചനെടുത്തി എന്നെ നോക്കാൻ വന്നിട്ട് ആ പാവത്തിനെ ഗതി വന്ന്. അവൾക്കൊരു കുഴപ്പവും വരില്ല. ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോള് പോയി വിശ്രമിക്ക്. അസുഖം മാറി ഇന്ന് കുളിച്ചതല്ലേ ഉള്ളൂ. അർച്ചനയുടെ അസുഖം മാറുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ അവളെ നോക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട്. മോള് പോയി വിശ്രമിക്ക്. അച്ഛൻ എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. സച്ചിന് പേടിയില്ലേ? ഓ, എനിക്ക് മുമ്പ് ചിക്കൻ പോക്സ് ഒക്കെ വന്നിട്ടുള്ളേ. അതിന്റെ വേദന എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടേ എനിക്ക് പേടിയൊന്നുമില്ല. ഒരാൾക്കേ 2 തവണ ചിക്കൻ പോക്സ് വരില്ല. ആ ദേ, വേണമെങ്കിൽ ഞാൻ തന്റെ കൂടെ ഈ കാട്ടിൽ കിടന്ന് കാണിക്കാം. കിടക്കണോ? അയ്യോ വേണ്ടായേ. ആ എങ്കിലേ താവാ, എണിച്ചെന്ന് കിടക്ക. പതുക്കെ. ഞാൻ കാരണം സച്ചേട്ടന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ. ബുദ്ധിമുട്ട് തന്നെയാണ്. അതൊക്കെ തന്റെ കണക്കില് കടമായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്. വീട്ടുമ്പോ പലിശ സഹിതം വീട്ടിയാ മതി. അപ്പോ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ വേണ്ടേ? ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്? അതിലൊന്നും ഒരു കാര്യമില്ല. എന്റെ ജീവിതം തന്നെ സച്ചേട്ടനോട് കടപ്പെട്ടതല്ലേ. ഇല്ലെങ്കിൽ ഞാൻ സച്ചേട്ടന്റെ ഭാര്യയായിട്ട് ഇവിടെ വരില്ലായിരുന്നല്ലോ. ഫ്ലാഷ് ബാക്ക് ഓർക്കാൻ പോണത്തെ അത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അതൊക്കെ എന്നെ മറന്നു. ദൈവം ചിലപ്പോ ഇങ്ങനെ സച്ചേട്ടാ നമ്മുടെ ലൈഫില് ഇപ്പൊ സംഭവിക്കുമെന്ന് കരുതി പല സംഗതികളും കൊണ്ടുവരും. പല ട്വിസ്റ്റുകളും അതിലുണ്ടാവും. പക്ഷേ നടക്കുന്നത് മറ്റൊന്നായിരിക്കും. അതുപോലെ തന്നെയല്ലേ സച്ചേട്ടനെ എനിക്ക് കിട്ടിയത്? എന്നെ തനിക്ക് മാത്രമല്ലല്ലോ, തന്നെ എനിക്കും കിട്ടിയില്ലേ? സച്ചേട്ടൻ എന്തായി കാണിക്കുന്ന? പുറത്ത് ഹാളിലെ സോഫയിൽ പോയി കിടന്നൂടെ? തന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ അവിടെ പോയി ഒറ്റയ്ക്ക് കിടക്കാനാ? അത് വേണ്ട. ഞാനേ ഇവിടെ തന്നെ കിടന്നോളാം. അത് വേണ്ട സച്ചേട്ടാ. സച്ചേട്ടൻ തറയിൽ കിടക്കുന്നത് എനിക്ക് സഹിക്കില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വന്ന് കിടക്കാം. ദേ
മിണ്ടാതെ അവിടെങ്ങാനും കിടന്നു. എന്തിനാ ഇങ്ങനെ നോക്കുന്ന? കിടന്നുറങ്ങിക്കൂടെ? ഹലോ, അതിന് ഉറക്കം വരണ്ടേ? എന്നാ നോക്കിക്കൊണ്ട് കിടന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.